പക്ഷെ ശക്തമായിട്ടുള്ളൊരു തിരക്കഥയുടെ ഒരു അഭാവം ഈ സിനിമയിലുണ്ടെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് പല വിമർശനങ്ങളും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇപ്പോൾ ലോങ് ഷോട്ട് ആയാലും എന്താ പറയുക, വെറുതെ ഇങ്ങനെ ഒരു സ്ലോ ഫേസിൽ അങ്ങനെ പോയി. അപ്പോൾ അതിൽ എന്താണ് പറയുക, ഈ തിരക്കഥയെ കുറിച്ച് സാർ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് ഇനി അടുത്ത സിനിമയിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടില്ല? അതായത് തിരക്കഥയുടെ രൂപം, ഇപ്പോൾ ഉള്ള രൂപം നമ്മള് വളരെ കാലം ഇരുന്ന് രൂപപ്പെടുത്തിയത് തന്നെയാണ്. തിരക്കഥയുടെ രൂപം ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മള് സഞ്ചരിക്കുന്ന ഒരു ജിപ്സി സംഘം, ജിപ്സി യോദ്ധാവിന്റെ വഴിയിലേക്ക് നമ്മൾ കയറുകയാണ് ഓഡിയൻസ്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് സ്റ്റാർട്ട്സ്. അതായത് അയാള് ഒരുപാട് കാലമായിട്ട് ഒരു യോദ്ധാവായിട്ട് സഞ്ചരിച്ച് ഒരു അടിവാരത്തൂർ എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് നമ്മൾ അയാളെ കാണുന്നത്, ഓഡിയൻസ്. അവിടെ നിന്ന് അയാൾ പോകുന്ന ഓരോ ജേർണിയിലും ഓഡിയൻസ് കൂടെ ഉണ്ട്. അയാൾ കാണുന്ന ഓരോരുത്തരെയും നമ്മളപ്പോൾ പരിചയപ്പെടുന്നുണ്ട്. അതാണ് തിരക്കഥയുടെ രൂപം. പിന്നെ നമ്മള് ഇതിനൊരു എപ്പിസോഡിക്കൽ നേച്ചർ ഉണ്ട് കഥ പറച്ചിൽ. അപ്പൊ അത് നമ്മൾ കണ്ടു പരിചയിച്ച തിരക്കഥയുടെ രൂപമല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതാവണമെന്ന് എന്തുകൊണ്ട് വാശി പിടിക്കും? അതൊരു പുതിയ അപ്രോച്ച് ആയിക്കൂടെ? കഥ പറയാൻ നരേറ്റീവിന് ഏതെല്ലാം രൂപങ്ങൾ എടുക്കാം നമുക്ക്. എങ്ങനെയാണ് ഫ്ലാഷ് ബാക്സ് സിനിമയിൽ വന്നത്, എങ്ങനെയാണ് ഫ്ലാഷ് ഫോർവേഡ്സ് സിനിമയിൽ വന്നത്, എങ്ങനെയാണ് ജംപ് കട്ട്സ് സിനിമയിൽ വന്നത്, ഇതെല്ലാം ഓരോ കാലത്തായിട്ട് ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതികളാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ നരേറ്റീവിനെ ഞാൻ കാണുന്നത്. സിനിമ വേൾഡ് ബിൽഡിംഗ്, ആദ്യത്തെ 20-25 മിനിറ്റിലെ വേൾഡ് ബിൽഡിങ്ങിന് ശേഷം ഇയാളോടൊപ്പം സഞ്ചരിക്കുന്ന ഓരോ സ്ഥലത്തും സിനിമ വലുതാവുന്നുണ്ട്, കഥാപാത്രങ്ങൾ വലുതാവുന്നുണ്ട്, പുതിയ ഇവന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കടന്ന് സിനിമയിലെ ഏറ്റവും വലിയ സീക്വൻസ് ആയിട്ടുള്ള മലയക്കോട്ടൈ വാർ സീക്വൻസ് കഴിഞ്ഞ് നിൽക്കുന്ന യോദ്ധാവിന് ഇനി എന്റെ മുമ്പിൽ എന്താണെന്നുള്ള ക്വസ്റ്റ്യനിലാണ് നിൽക്കുന്ന അയാൾ. പക്ഷെ അതിന്റെ തുടർച്ച എന്ന് പറയുന്നത് മുന്നിൽ വന്നു നിൽക്കുന്ന പർവ്വതം പോലുള്ള ഒരു മല്ലനല്ല ഇയാൾക്ക് ബീറ്റ് ചെയ്യാനുള്ളത്. അത് സ്വന്തം മനസ്സിനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ തിരക്കഥയുടെ രൂപം. ഇത് ഞാൻ എങ്ങനെ പറയണം, എവിടെ വെക്കണം എന്നുള്ളത് പൂർണ്ണമായും ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പൊ അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതില്ല കാണുന്ന ഒരാൾക്ക്. പക്ഷെ അതാണ് ശരിയെന്ന് അവർ വാദിച്ചു കഴിഞ്ഞാൽ എനിക്കത് വിയോജിക്കാൻ പറ്റും.